എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 71, 72 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഭീഷ്മക മഹാരാജാവ് ശ്രീകൃഷ്ണനും ബലരാമനും സൈന്യങ്ങൾക്കുമൊക്കെ വേണ്ടത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ശ്രീകൃഷ്ണൻ്റെ പ്രേരണ കൊണ്ട് തന്നെ തിരിച്ചുപോയി എന്ന്. ഇനി സൈന്യങ്ങളുടെ കാര്യമാണ് അടുത്തതായിട്ട് പറയാൻ തുടങ്ങുന്നത്. നമുക്ക് ആദ്യം 71ാമത്തെ ശ്ലോകം നോക്കാം. വിസൃഷ്ടപര്യാണഹയം നിരസ്തകുഥദ്വിപം നിഷ്കവചാശ്വപാലം വ്യപേതതൂണീരധനുർധരം തദ് വിശ്വം വിശശ്രാമബലം യദൂനാം. പദച്ഛേദങ്ങളൊന്നും പറയാനില്ല, പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിസൃഷ്ടപര്യാണഹയം നിരസ്തകുഥദ്വിപം നിഷ്കവച അശ്വപാലം വ്യപേതതൂണീരധനുർധരം തത് വിശ്വം വിശശ്രാമ ബലം യദൂനാം. ഇവിടെ സമസ്ത പദങ്ങളുണ്ട്, കുറച്ച് കടുപ്പുള്ള വാക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ സന്ധികളൊന്നുമില്ല. ഈ യാദവന്മാരുടെ സൈന്യങ്ങളെ പറ്റിയിട്ട്, അവരുടെ സ്വഭാവത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. യദൂനാം, യാദവന്മാരുടെ ആ വലിയ തദ്ബലം, സൈന്യം, അവർ വലിയൊരു സൈന്യത്തെയും കൊണ്ടാണ്, യാദവന്മാരാകുന്ന സൈന്യത്തിനെയും കൊണ്ടാണ് ശ്രീകൃഷ്ണനും ബലരാമനും പോകുന്നതല്ലോ. അപ്പോൾ ആ സൈന്യം എന്തൊക്കെയാണ് ഈ വിശ്രമഗൃഹത്തിൽ ഭീഷ്മക മഹാരാജാവ് പണിതു കൊടുത്തതായ സ്വർഗലോകത്തിന് തുല്യമായിട്ടുള്ള ആ കൊട്ടാരത്തിലിരുന്ന് ചെയ്തത് എന്ന് പറയാണ്. വിസൃഷ്ട പര്യാണഹയം. പര്യാണം എന്ന് പറഞ്ഞാൽ ഈ കുതിരയുടെ മുകളിൽ, കുതിരപ്പുറത്ത് ഇടുന്നതായിട്ടുള്ള ഒരു തുണിയാണ്, കട്ടിയുള്ളൊരു വസ്ത്രം. ആ പര്യാണത്തിലാണ് കുതിരപ്പുറത്ത് കയറി ഇരിക്കുന്നവർ ഇരിക്കാറുള്ളത്. അതായത് ഈ കുതിരപ്പുറത്തിരുന്ന് യുദ്ധത്തിന് പോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ഇരിക്കാൻ, സുഖമായിട്ട് എന്ന് പറയണതിൽ അർത്ഥമില്ല, എന്നാലും ഈ കുതിരയുടെ പുറത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു പുതപ്പെന്നോ ഒരു കട്ടി കരിമ്പടം പോലെയുള്ള ഇരിക്കാൻ സുഖം തരുന്നതായിട്ടുള്ള ഒരു ഇരിപ്പിടം, അതിനെയാണ് പര്യാണം എന്ന് പറയണത്. അതെന്ത് ചെയ്തു, അതൊക്കെ ഊരി വെച്ചു. കുതിരകൾ അതൊക്കെ പുറത്ത് വെച്ചുകൊണ്ട്, അതിൻ്റെ പുറത്തിരുന്നു കൊണ്ടാണ് ഈ കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന ആൾക്കാർ വന്നത്. അതെല്ലാം ഊരി വെച്ചിട്ട് സ്വതന്ത്രമാക്കി കുതിരകളെ. അതാണ് വിസൃഷ്ടം. വിസൃഷ്ടം എന്ന് പറഞ്ഞാൽ ഊരി വെച്ചതായ, പര്യാണങ്ങളോടുകൂടിയ കുതിരകളോടുകൂടിയതും. ആ സൈന്യം ഇങ്ങനെയൊക്കെ ആയി എന്നാണ് പറയണത്. അതുപോലെ തന്നെ നിരസ്ത കുഥദ്വീപം. ദ്വീപം എന്ന് പറഞ്ഞാൽ ആനയാണ്, കുഥം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആനപ്പുറത്തിരിക്കുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വിരിക്കുന്നതായ ആസ്തരണം, വിരിപ്പ്. ഒരു കട്ടിയുള്ള വിരിപ്പായിരിക്കണം. ആനയുടെ രോമങ്ങളെന്ന് പറയുന്നത് നല്ല മൂർച്ചയുള്ളതാണ്, സൂചി പോലെ കൊള്ളണതാണ്, ശരീരത്തിൽ തറയ്ക്കണതാണ്. അപ്പോൾ ശരീരത്തിൽ അതൊന്നും തറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആനപ്പുറത്ത് വിരിക്കുന്നതായിട്ടുള്ള ആസ്തരണത്തിന് കുഥം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആനകളൊക്കെ ഈ ആസ്തരണങ്ങളൊക്കെ ഒഴിവാക്കി ആനകളെ സ്വതന്ത്രമായിട്ട് വിട്ടു. അതാണ് ഇവിടെ പറയണത്. നിരസ്തം, അതായത് നിരസിച്ചതായ, ഒഴിവാക്കിയതായ, കുഥങ്ങളോടുകൂടിയ, ആസ്തരണങ്ങളോടുകൂടിയതായ ആനകളുള്ളതായ സൈന്യം. അതുപോലെ നിഷ്കവച അശ്വപാലം. ഈ കുതിരപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന അശ്വപാലന്മാർ അല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള ധനുർധരന്മാർ, അവരുടെ ശരീരത്തിലൊക്കെ പോർച്ചട്ട, കവചമണിയാറുണ്ട്, അതൊക്കെ ഊരി വെച്ചു. അതാണ് നിഷ്കവചം. കവചങ്ങളില്ലാത്തവരായിട്ടുള്ള അശ്വപാലന്മാർ, കുതിരപ്പുറത്ത് കയറുന്നവർ, കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്നവർ, ആന, കുതിര, കാലാൾ, തേര്, ഇങ്ങനെ ചതുരംഗ പടയുണ്ടല്ലോ, അതിൽ മിക്കവാറും എല്ലാ രണധീരന്മാരും രണവീരന്മാരും ധരിക്കുന്നതാണ് ഈ കവചം. നടന്നു പോകുന്നവർക്കും ആവശ്യമാണ്, കുതിരപ്പുറത്തിരിക്കുന്നവർക്കും രഥത്തിലിരിക്കുന്നവർക്കും ആനപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു കവചം ആവശ്യമാണ്. അതുകൊണ്ട് ശരീരത്തിലേക്ക് പെട്ടെന്ന് വന്ന് കയറാൻ സാധ്യതയുള്ള ആയുധങ്ങൾ, പ്രത്യേകിച്ച് അസ്ത്രങ്ങൾ, വാള്, കുന്തം പോലെയുള്ളതൊക്കെ തൽക്കാലത്തേക്കൊന്ന് ഒഴിവായി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് കവചം അണിയണത്. അപ്പോൾ ഈ രഥത്തിലിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ആനപ്പുറത്തിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, സൂതന്മാർ, സാരഥികളായിക്കോട്ടെ, അവരെല്ലാവരും അണിയുന്നതായിട്ടുള്ള കവചങ്ങളൊക്കെ ഊരി വെച്ചു. അതാണ്
നിഷ്കവച അശ്വപാലം എന്ന് എടുത്തു പറഞ്ഞത്. കുതിരയിൽ പോകുന്നവരാണ് പ്രധാനമായിട്ടത് ധരിക്കാറുള്ളത്. അവരൊക്കെ അത് ഊരിവെച്ചു. അതോടെ വ്യപേത തൂണീര ധനുർധരം, ധനുർധരന്മാർ മറ്റു ചിലത് കൂടി മാറ്റിവെച്ചു. അതെന്തായിരുന്നു? തൂണീരങ്ങൾ, വില്ല്, അമ്പ് സൂക്ഷിക്കുന്നതായ ആവനാഴിക്ക് പറയുന്ന പേരാണ് തൂണീരമെന്ന്. അപ്പോൾ അതെല്ലാം, ആയുധങ്ങളെല്ലാം തന്നെ ഊരിവെച്ചു. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, തൂണീരങ്ങളില്ലാത്തവരായിട്ടുള്ള ധനുർധരന്മാരെയും കാണാറായി. അങ്ങനെയുള്ള വിശ്വം തദ്ബലം, വിശ്വം അപ്പാടെ മുഴുവനും തന്നെ, ആ യാദവ സൈന്യം മുഴുവനും തന്നെ അപ്രകാരം വിശശ്രാമ, ആ കൊട്ടാരത്തിൽ, ഭീഷ്മക മഹാരാജാവ് പണിതു കൊടുത്തതായ കൊട്ടാരത്തിൽ വിശ്രമിച്ചു എന്നർത്ഥം. അവർക്ക് വേണ്ടിയിട്ടാണ് അത് പണിത് കൊടുത്തത് തന്നെ, ശ്രീകൃഷ്ണനും ബലരാമനും സൈന്യങ്ങൾക്കും വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ എല്ലാവരും അവരുടെ ആ യുദ്ധസന്നാഹങ്ങളിൽ നിന്നും മുക്തരായി. മൃഗങ്ങളും അതെ, മനുഷ്യരും അതെ. അങ്ങനെ കുറച്ചു നേരം അവിടെ വളരെ സമാധാനത്തോടു കൂടി ഇരുന്നു എന്നാണ് കവി ഇവിടെ പറയണത്. അടുത്ത ശ്ലോകത്തിൽ സൂര്യാസ്തമനം വർണ്ണിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിലല്ല, തുടർന്ന് വരുന്നതായിട്ടുള്ള 9 ശ്ലോകങ്ങൾ, അങ്ങനെ 10 ശ്ലോകത്തോളം സൂര്യാസ്തമന വർണ്ണനത്തിന് ആയിട്ട് കവി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് 72ാമത്തെ ശ്ലോകം നോക്കാം. അധ പ്രചേതഃ പുരസുന്ദരീണാം വിഹാരസൗധസ്യ സഹസ്രഭാനോ സുവർണകുംഭപ്രതിമഃ പ്രപേദേ ശൃംഗം പ്രതീജഃ പൃഥിവീധരസ്യ. ഇവിടെയും പദച്ഛേദം ചെയ്യാനൊന്നുമില്ല, പദങ്ങൾ പരിചയപ്പെടാം. അധ പ്രചേതഃ പുരസുന്ദരീണാം വിഹാരസൗധസ്യ സഹസ്രഭാനു സുവർണകുംഭപ്രതിമ പ്രപേദേ ശൃംഗം പ്രതീച പൃഥിവീധരസ്യ. അധ എന്ന് പറഞ്ഞാൽ അനന്തരം. ഇപ്പോൾ ഈ സൈന്യങ്ങളുടെ വിശ്രമമൊക്കെയാണല്ലോ വർണ്ണിച്ചത്. അതൊരു വൈകുന്നേരം നേരത്താണ്, സന്ധ്യയായിട്ടില്ല, അതിനു മുമ്പാണ്. അതിനുശേഷം സന്ധ്യ വന്നു, സൂര്യൻ അസ്തമിച്ചു എന്നാണ് കവി പറയണത്. അത് വർണ്ണിച്ചു തുടങ്ങുകയാണ്. പ്രചേതഃ പുരസുന്ദരീണാം, അനന്തരം പ്രചേതസ്സിൻ്റെ പുരത്തിലെ സുന്ദരിമാർ. പ്രചേതസ് എന്ന് പറഞ്ഞാൽ വരുണനാണ്. വരുണൻ്റെ പുരത്തിലെ സുന്ദരിമാരുടെ, പ്രചേതഃ പുരസുന്ദരീണാം വിഹാരസൗധസ്യ, അവരുടെ വിഹാരസൗധങ്ങളുണ്ടല്ലോ, അതായത് അവർ സന്തോഷമായിട്ട് കൂടിച്ചേരുന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ചെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്തഃപുരങ്ങൾ. ഈ വരുണൻ്റെ കൊട്ടാരത്തിലെ അന്തഃപുരങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ വിഹാരസൗധങ്ങളുടെ സുവർണകുംഭപ്രതിമ, അതിൻ്റെ മുകളിലൊക്കെ വലിയ ചില ഗോളങ്ങൾ അല്ലെങ്കിൽ കുംഭങ്ങൾ പോലെയുള്ളതൊക്കെ ഇങ്ങനെ കമത്തി വെച്ചതുപോലെയായിരിക്കും ഈ സൗധങ്ങൾ പണിയുക. സൗധങ്ങളുടെ അഗ്രഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് ഒരു ഗോളത്തിൻ്റെ ആകൃതിയിലോ ഒരു കുംഭത്തിൻ്റെ ആകൃതിയിലൊക്കെ ശില്പികൾ പണിത് വച്ചിട്ടുണ്ടാവും. അതൊരു വൃത്താകൃതിയിലുള്ളതാണ്, ഗോളാകൃതിയിലുള്ളതാണ്. അതുകൊണ്ട് പറയാണ്, ആ വിഹാരസൗധത്തിൻ്റെ മുകളിൽ വച്ചിരിക്കുന്നതായ സ്വർണം കൊണ്ട് നിർമ്മിച്ച കുംഭമാണോ എന്ന് തോന്നും വണ്ണം സുവർണ കുംഭപ്രതിമ സഹസ്രഭാനു, ആ കുംഭത്തെ പോലെ സഹസ്രഭാനു, സഹസ്രഭാനു സൂര്യൻ, പ്രതീച പൃഥിവീധരസ്യ ശൃംഗം പ്രപേദ. പ്രതീച എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ദിക്കിൻ്റെ, പൃഥിവീധരസ്യ പടിഞ്ഞാറ് ദിക്കിലുള്ളതായ പർവ്വതത്തിൻ്റെ, അതായത് അസ്തമന പർവ്വതം. കിഴക്ക് ദിക്കിൽ ഉദയപർവ്വതമുണ്ട്, പടിഞ്ഞാറ് ദിക്കിൽ അസ്തമന പർവ്വതമുണ്ട്. ഉദയപർവ്വതത്തിൻ്റെ പിന്നിൽ നിന്ന് സൂര്യനും ചന്ദ്രനും ഒക്കെ ഉദിച്ചുയരുന്നു. അസ്തമന പർവ്വതത്തിൻ്റെ പിന്നിലേക്ക് സൂര്യനും ചന്ദ്രനും പോയി മറയുന്നു എന്നാണ് കഥകൾ പറയണത്. അപ്പോൾ ആ പർവ്വതത്തിൻ്റെ, പടിഞ്ഞാറുള്ള പർവ്വതത്തിൻ്റെ പിന്നിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ശൃംഗത്തിലേക്ക് സൂര്യൻ പ്രവേശിച്ചു. അപ്പോൾ പടിഞ്ഞാറുള്ള ആ പർവ്വതത്തിൻ്റെ ശൃംഗങ്ങളിൽ ചെന്ന് നിൽക്കുന്ന സൂര്യനെയാണ് വരുണാലയത്തിൻ്റെ വലിയ വലിയ സൗധങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അന്തഃപുരത്തിൻ്റെ ആ സൗധങ്ങൾ, അന്തഃപുരങ്ങളാകുന്ന സൗധങ്ങൾ, അതിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന കുംഭം പോലെ വർണ്ണിച്ചത്. അപ്പോൾ അന്തഃപുരങ്ങൾ എന്ന് പറയുന്നത് അത്ര വലിയതാണ്, ആകാശമുട്ട നിൽക്കുന്നതാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസ്തമന പർവ്വതവുമായി ചേർത്ത് വർണ്ണിച്ചത്. അതിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന സ്വർണ്ണകുംഭം പോലെ ഈ സൂര്യനും പ്രകാശിച്ചു. അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായി, സന്ധ്യ വരവായി, രാത്രി വരവായി എന്നാണ് കവി വർണ്ണിക്കുന്നത്. അപ്പോൾ സൂര്യാസ്തമനം വർണ്ണിച്ച് തുടങ്ങുകയാണ്.
ഇനി തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങളിലും സൂര്യാസ്തമയം നമുക്ക് കാണാൻ പറ്റും. സൂര്യാസ്തമനവും രാത്രിയുമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇന്ന് ഈ 2 ശ്ലോകങ്ങളും നമുക്ക് ചൊല്ലി നോക്കാം. വിസൃഷ്ടപര്യാണഹയം നിരസ്തകുധദ്വിപം നിഷ്കവചാശ്വപാലം വ്യപേതതൂണീരധനുർധരം തദ് വിശ്വം വിശശ്രാമ ബലം യദൂനാം അധ പ്രചേതഃ പുരസുന്ദരീണാം വിഹാരസൗധസ്യ സഹസ്രഭാനു സുവർണകുംഭപ്രതിമഃ പ്രപേദേ ശൃംഗം പ്രതീച പൃഥിവീധരസ്യ. അങ്ങനെ പടിഞ്ഞാറുള്ള പർവ്വതത്തിൻ്റെ ശൃംഗത്തിലേക്ക്, കൊടുമുടികളിലേക്ക് സൂര്യൻ കയറിയിരുന്നു. അവിടെ നിന്ന് താഴത്തേക്ക് പോവുകയായി, പിന്നെ രാത്രി വരവായി എന്നർത്ഥം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.